ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ സമയവും അതോടൊപ്പം തന്നെ നമ്മുടെ വീടും ലൈഫും ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 15 കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു ദിവസത്തിൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന പല ടിപ്സും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പലപ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് നമുക്ക് ചിട്ടയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്തതും അതോടൊപ്പം തന്നെ നമ്മുടെ പാഷനോ അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റിന് വേണ്ടി സമയം കണ്ടെത്താനും പറ്റാത്തത്. അതിനുവേണ്ടി ഇന്ന് മുതൽ നമുക്ക് ചെറിയ ചെറിയ സ്റ്റെപ്സ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മളൊരു ലിസ്റ്റ് തയ്യാറാക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ ദിവസം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എഴുതണമെന്ന്. ഇത് നമ്മളെങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യാമെന്നാണെന്ന് നോക്കണത്. വളരെ എളുപ്പത്തിൽ നമ്മുടെ മുറിയിൽ തന്നെ നമുക്കിതിങ്ങനെ ഡിസ്പ്ലേ ചെയ്യാം. അതിനുള്ളൊരു ഐഡിയ എന്ന് പറയുന്നത്, നമ്മുടെ മെറ്റലിൻ്റെ അലമാരയാണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റുകൾ നമ്മൾ മേടിച്ച് വെക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇതുമ്പോൾ സ്റ്റിക്ക് ചെയ്ത് ഇങ്ങനെ വെക്കാം. നമ്മളിപ്പോൾ ഈ ടു ഡു ലിസ്റ്റ് മാത്രമല്ല നമുക്ക് കേബിളിൻ്റെ ബില്ല് അടയ്ക്കുന്നതിൻ്റെ കാർഡുകളോ ട്യൂഷൻ്റെ ഇപ്പോൾ നമ്മൾ ഫീസ് അടയ്ക്കുന്നതിൻ്റെ കാർഡുകളോ അങ്ങനെയൊക്കെ അടയ്ക്കുന്ന കാർഡുകളും ഇതുമ്പോൾ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് ഇങ്ങനെ വെക്കാം. അപ്പോൾ ഈ ഒരു സെക്ഷൻ നല്ല ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കും. നമുക്ക് ആ സമയത്ത് ഇത് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് ഇവിടുന്ന് അത് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മുടെ വരവ് ചെലവ് കണക്കുകൾ നമ്മളൊന്ന് എഴുതി വെക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഒന്നുകിൽ ഒരു ദിവസത്തിൽ വൈകുന്നേരം നമ്മൾ എഴുതുക, ഇല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെ നമ്മൾ ചിലവാക്കിയ എമൗണ്ടുകൾ അതിൻ്റെ ബില്ലുകളൊക്കെ എടുത്ത് വെച്ചിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചിലവാക്കിയത് എല്ലാം എഴുതി ടോട്ടൽ ചെയ്തിട്ട് നമ്മൾ നോക്കുക. ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഓരോ ദിവസം ഒന്നരാടോ എങ്ങനെ വെച്ചാൽ നമ്മൾ എഴുതി വെക്കുമ്പോൾ നമുക്ക് ആ മാസത്തിൽ എത്രയ്ക്ക് പൈസ ചിലവാക്കിയെന്നും നമ്മൾ ഓവറായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി അത് കൺട്രോൾ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മൾ ഒരാൾ മാത്രമല്ല കേട്ടോ, വീട്ടിൽ നമ്മുടെ മക്കളടക്കം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ വെക്കേഷൻ സമയത്ത് മക്കളാണ് ഈ ഒരു എക്സ്പെൻസ് അവരെ കൊണ്ടാണ് എഴുതിച്ചിരുന്നത്. കാരണം നാളെ ഭാവിയിൽ അവർക്കും ഇങ്ങനെ എഴുതി ട്രാക്ക് ചെയ്യാനായിട്ടത് ഹെൽപ്പ് ചെയ്യും. മൂന്നാമതായിട്ട് നമ്മുടെ ഫോണൊക്കെ ചാർജ് ചെയ്യാനായിട്ട് ഒരു ചാർജിങ് സ്റ്റേഷൻ പോലെ ഇങ്ങനെ നമുക്ക് വെക്കാം. അപ്പോൾ ഇത് ചേട്ടൻ ഉണ്ടാക്കി തന്നാണ് ഇങ്ങനെ ഒരു ചാർജിങ് സ്റ്റേഷൻ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫോണുകളുടെ ചാർജേഴ്സും അതുപോലെ തന്നെ ഇതൊക്കെ രാവിലെ തന്നെ നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുക, ഫുൾ ചാർജ് ചെയ്യുക. അപ്പോൾ ചാർജ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഡേ നമുക്ക് പിന്നെ ആവശ്യം വന്നാൽ മാത്രം ആവശ്യമനുസരിച്ച് ചാർജ് ചെയ്താൽ മാത്രം മതി. വളരെ ലോ ബാറ്ററി ആയിട്ട് നമ്മുടെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഫോണിനും കംപ്ലയിൻറ്റ്സ് വരും. മാത്രമല്ല ഒരു അത്യാവശ്യ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഫോൺ യൂസ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് രാവിലെ തന്നെ നമ്മുടെ ഫോൺ ചാർജിന് വെക്കുക. എന്നിട്ട് അത് ഏകദേശം ചാർജായി കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ട് ആ പണികൾ കഴിഞ്ഞിട്ട് നമ്മൾ ഫോൺ എടുത്താൽ മതി. അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് എടുത്ത് നോക്കാതിരിക്കുക. അല്ലെങ്കിൽ എന്താണ്, ഫുൾ ചാർജ് ആവില്ല, നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഫോൺ നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല. മീൽ പ്ലാനിങ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ മുൻപേ പറഞ്ഞിരുന്നു. നമ്മൾ എന്ത് ഭക്ഷണമാണ് ഉണ്ടാക്കുന്നതെന്ന് നേരത്തെ കൂടി പ്ലാൻ ചെയ്താൽ സമയം സേവ് ചെയ്യാനും അതുപോലെ തന്നെ ഫുഡ് വേസ്റ്റ് ആക്കാതിരിക്കാനും നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് നല്ലൊരു രീതിയിൽ ഫുഡ് കഴിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലഞ്ചിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഫിഷ് ആയാലും അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഐറ്റംസ് ആയാലും അല്ലെങ്കിൽ നോൺ വെജ് ആയാലും എല്ലാം കൂടി ഒരു മിക്സ് ആയ രീതിയിലായിരിക്കണം. ഓരോ ദിവസവും നമ്മളൊന്ന് തീരുമാനിച്ചിട്ട് ഇപ്പോൾ ഒരു ദിവസം വെജിറ്റബിൾ ഉണ്ടാക്കുക, ഒരു ദിവസം ഫിഷ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ നോൺ വെജ് ഐറ്റംസ് ഉണ്ടാക്കുക. ഈ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഹെൽത്തി ഡയറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറ്റ് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അല്ലാതെ സ്ഥിരമായി ഒരു ടൈപ്പ് ഐറ്റം തന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊരു നല്ല ശീലമല്ല. അപ്പോൾ അത് മാറ്റാൻ നമുക്ക് മീൽ പ്ലാനിങ് ചെയ്യുമ്പോൾ അത് വളരെ ഹെൽപ്ഫുള്ളാണ്. കിച്ചൺ കൗണ്ടർ ടോപ്പ് ഏരിയ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കുമ്പോൾ നമ്മുടെ രാവിലത്തെ ജോലികൾ നല്ല ഈസി ആയിരിക്കും. നമ്മുടെ കൗണ്ടർ ടോപ്പ് എന്ന് പറഞ്ഞാൽ പഴയ മോഡലായതുകൊണ്ട് തന്നെ കുറേ ഷെൽഫുകളും കാര്യങ്ങളൊന്നും നമുക്കില്ല. അപ്പം നമ്മൾ ഇതുപോലുള്ള ഓർഗനൈസേഴ്സ് കുറച്ച് വാങ്ങിയിട്ട് അതിലാണ് നമ്മൾ മസാലപ്പൊടികളായാലും അത്യാവശ്യം എടുക്കേണ്ട എല്ലാ ഐറ്റംസും വെച്ചിരിക്കുന്നത്. ഇതുപോലെയുള്ള കുറച്ച് ഓർഗനൈസേഴ്സ് നമ്മൾ വാങ്ങുമ്പോൾ കുറച്ച് പൈസ പോയാലും നമുക്കത് ലോങ് റണ്ണിൽ കുറച്ച് നാളത്തേക്ക് നോക്കുമ്പോൾ അത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. ഈ പറഞ്ഞ ഓർഗനൈസേഴ്സ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നതെല്ലാം തന്നെ എനിക്ക് വളരെ ഉപകാരപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് ഓർഗനൈസേഴ്സൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അത്യാവശ്യം എടുക്കേണ്ട ഐറ്റംസൊക്കെ നമുക്ക് അവിടെ അടുത്ത് തന്നെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. നമുക്ക് പലപ്പോഴും തോന്നും, അയ്യോ നമ്മുടെ പഴയ മോഡൽ അടുക്കളയാണ്, ഇവിടെ പുതിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല, ഇവിടെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാമെന്ന് ഇത്തിരി ഐഡിയ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്പേസും നമുക്ക് ഓർഗനൈസ്ഡ് ആയിട്ടും കുറച്ച് ഭംഗിയായിട്ടും വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് കൗണ്ടർ ടോപ്പ് ഏരിയ മാക്സിമം ഓർഗനൈസ്ഡ് ആയിട്ട് ഈ കാണുന്ന രീതിയിലുള്ള ഓർഗനൈസേഴ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. അങ്ങനെ മക്കൾ ക്ലാസ്സിലോട്ട് പോയി കഴിഞ്ഞാലാണ് പിന്നെയുള്ള എൻ്റെ വീട്ടിലെ ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെ ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ റൂമിലാണ് വരിക. അവിടെ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം, റൂം ക്ലീനിങ്ങിന് കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ടേബിളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തും ഈ ഷീറ്റ് വിരിച്ചിരിക്കുകയാണ്. ബെഡ് സൈഡ് ടേബിളുമൊക്കെ ചെറിയ ടേബിളാണെങ്കിൽ നമുക്ക്
ക്ലോത്തിൻ്റെ ടേബിൾ മാറ്റ് വാങ്ങാൻ കിട്ടും. അത് വിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഐറ്റംസൊക്കെ അതുമ്പോൾ വെക്കുകയാണെങ്കിൽ അതുമ്പോൾ പെട്ടെന്ന് പൊടിയോ അഴുക്കോ പിടിക്കില്ല. ക്ലീനിങ് സമയത്ത് നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും, പകുതി പണി കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഡൈനിങ് ഏരിയയിലോ ലിവിങ് ഏരിയയിലൊക്കെ ഇങ്ങനെ ടേബിളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ ഇതുപോലെ തുണികൾ വിരിച്ചിട്ട് നമ്മൾ ഐറ്റംസ് വെക്കുകയാണെങ്കിൽ ക്ലീനിങ് സമയത്ത് ഇതൊന്നും നമുക്ക് പ്രത്യേകിച്ച് തുടയ്ക്കേണ്ട പോലെ ആവശ്യം വരില്ല. കാരണം പൊടിയൊന്നുമില്ല, തുണി നമ്മൾ വിരിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ. അടുത്തതായിട്ട് നമ്മളിപ്പോൾ ടേബിളിലൊക്കെ ചില ഐറ്റംസൊക്കെ വെക്കുമ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ ഡൈനിങ് ഏരിയയിലൊക്കെ വെക്കുമ്പോൾ അത് കാണുമ്പോൾ ഇങ്ങനെ വൃത്തികേടായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ഐഡിയ ആണ് കേട്ടോ. നമുക്കിതുപോലെയുള്ള ബോക്സുകൾ യൂസ് ചെയ്യാം. ഇത് കാണുമ്പോൾ ഒരു പുസ്തകം പോലെ ഫീൽ ചെയ്യും, പക്ഷേ ശരിക്കും ഇതൊരു ബോക്സാണ്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഇങ്ങനെ ഓർഗനൈസ് ചെയ്യണമെങ്കിൽ ഈ ബോക്സ് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ മരുന്നുകളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഡെയിലിയൊക്കെ ഇപ്പോൾ നമ്മൾ പ്രായമായവരൊക്കെ മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് കാണുന്നൊരു സ്ഥലത്ത് വെച്ചാലാണ് ഡെയിലി കഴിക്കാനായിട്ട് എടുക്കാൻ എളുപ്പം. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ ഒരു ബോക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഐറ്റംസ് അവിടെ ഇരിക്കുകയും ചെയ്യും, ആ കാണുമ്പോഴുള്ള ആ ഒരു അപാകത നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അടുത്തതായിട്ട് എൻ്റെ റൂമിൽ ഞാൻ മെഡിസിൻസൊക്കെ ഈ കാണുന്ന ബോക്സുകളിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. മരുന്നുകൾ നമ്മൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ എപ്പോഴും കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി ഷെൽഫിലൊക്കെ ആയിട്ട് ഒതുക്കി വെക്കുക. ആദ്യം തന്നെ നമ്മൾ മരുന്നുകളും അതുപോലെ തന്നെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എടുക്കുന്ന എല്ലാ ഐറ്റംസും ഒന്നിച്ച് കൊണ്ടുവരിക. ഇതെല്ലാം കൂടി ഒരു സ്പേസിൽ ഒതുക്കണം, അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഇത് എടുക്കാനായിട്ട് കിട്ടുള്ളൂ. ആദ്യം തന്നെ നമുക്ക് മസ്റ്റായിട്ട് വേണ്ടത് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റാണ്. അതായത് ഒരു ചെറിയ ബോക്സിൽ കൈ ഒന്ന് മുറിഞ്ഞു, കൈ ചെറുതായിട്ടൊന്ന് പൊള്ളി, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു മെഡിസിൻസ് നമ്മൾ കരുതുക. ഓയിൽമെൻറ്റുകളാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് മെഡിസിനൊക്കെ കഴിക്കാനുള്ള ചെറിയ മെഷറിങ് കപ്പുകൾ, അതുപോലെ തന്നെ ബാൻഡേജ്, കോട്ടൺ, ഇതെല്ലാം തന്നെ നമുക്ക് എന്താണ് അത്യാവശ്യമായിട്ട് ഫസ്റ്റ് എയ്ഡിൽ വേണ്ടതെന്ന് അറിയാലോ, അതെല്ലാം തന്നെ ചെറിയൊരു ബോക്സിലാക്കിയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക. മരുന്നുകൾ എപ്പോഴും കാറ്റഗറി അനുസരിച്ച് സെപ്പറേറ്റ് ആയിട്ട് വെക്കുമ്പോഴാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഈസി. ഒരു തെർമോമീറ്ററും കൂടി കരുതുന്നത് നല്ലതായിരിക്കും. അടുത്തതായിട്ടൊരു ബോക്സിൽ ഞാൻ ടോണിക്കുകൾ അല്ലെങ്കിൽ മരുന്നുകൾ, സിറപ്പുകളൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്. സിറപ്പുകൾ സൂക്ഷിക്കുമ്പോഴായാലും മരുന്നുകളായാലും അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നമ്മൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ട് ഡേറ്റ് കഴിഞ്ഞത് മാറ്റാനായിട്ടും കൂടി ശ്രദ്ധിക്കണം. പലപ്പോഴും സിറപ്പുകളുടെയൊക്കെ ഡേറ്റുകൾ മാഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പെർമനൻറ്റ് മാർക്കർ ഉപയോഗിച്ച് നമ്മൾ മാസവും വർഷവും കൃത്യമായിട്ട് എഴുതി മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കത് കേടായി കഴിഞ്ഞാൽ മാറ്റാനും പറ്റും, ആവശ്യമുള്ളത് അതനുസരിച്ച് മനസ്സിലാക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതെല്ലാം തന്നെ നമ്മൾ ഓരോ തവണ വാങ്ങുമ്പോഴും ബാലൻസ് വരുന്ന മരുന്നുകളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്, പുതിയതായി അതിന് വേണ്ടി വാങ്ങി വെച്ചിരിക്കുന്നതല്ല. അതുപോലെ തന്നെ ടാബ്ലറ്റുകളിൽ ഇപ്പോൾ നമുക്ക് പനീരോ നീരുവീഴ്ചയുടെ അലർജിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും മരുന്നുകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഇങ്ങനെ പാക്കറ്റിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ മുകളിൽ എഴുതി വെക്കുക ഇന്ന വയ്യായ്ക്കുള്ള മരുന്നാണെന്ന്. കാരണം പിന്നീട് നമുക്കത് എന്തിനാണെന്ന് മനസ്സിലാക്കാൻ അതും ബുദ്ധിമുട്ടായിരിക്കും. ഒരു മരുന്നുകളും ഡോക്ടർ റെഫർ ചെയ്യാതെ വെറുതെ നമ്മുടെ ഇഷ്ടത്തിന് വാങ്ങി കഴിക്കരുത്. ഇതൊക്കെ നമ്മൾ സ്ഥിരം കഴിക്കുന്ന മരുന്നുകളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എമർജൻസി മെഡിസിൻസ് മാത്രമാണ്. പിന്നെയുള്ളത് ഇതുപോലെയുള്ള വേപ്പറൈസർ, ആവി പിടിക്കുന്ന പാത്രം, അതൊക്കെ നമ്മൾ കരുതി വയ്ക്കുക. ഹോട്ട് ബാഗ് ഈ ഒരു മോഡൽ വരുന്നുണ്ട്. നമുക്ക് ചെറിയ ചെറിയ ഏരിയയിൽ വരെ ചൂട് പിടിക്കാനായിട്ട് ഇതുപോലത്തെ ഹോട്ട് ബാഗ് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇത് വളരെ ഫ്ലെക്സിബിളുമാണ്. അതോടൊപ്പം തന്നെ എനിക്കിപ്പോൾ കാൽമുട്ടും വേദന വന്നു, കഴുത്തിൽ വേദന വന്നാലൊക്കെ ഇത് വളരെ എളുപ്പത്തിൽ ചൂട് പിടിക്കാം. ഇത് മോഡലാണ്. വലിയ ഹോട്ട് ബാഗുകൾ ഇങ്ങനത്തെ വരുന്നുണ്ട്. ഇത് പല അളവിലുള്ളത് വരുന്നുണ്ട്. ഞങ്ങളുടെ കയ്യിൽ 3 അളവിലുണ്ട്. പല ഫ്ലെക്സിബിലിറ്റി ഉള്ളതുണ്ട്, ഭയങ്കര കട്ടിയുള്ളതും കട്ടി കുറഞ്ഞതും ഉണ്ട്. ഇതിപ്പോൾ വലിയ മോഡൽ ഹോട്ട് ബാഗാണ്. ഹോട്ട് ബാഗിന് മുകളിൽ ഇതുപോലൊരു വുള്ളൻ്റെ കവറുണ്ട്. വല്ലാതെ ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കവർ ഇട്ടിട്ട് നമുക്ക് ആ ചൂട് പിടിക്കാം. നമ്മുടെ എല്ലാ ഐറ്റംസും ഞാൻ ഒതുക്കി കഴിഞ്ഞു. മരുന്നുകൾ വെക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ സ്ക്വയർ ഷേപ്പിലും റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള കാർഡ്ബോർഡ് ബോക്സുകളാണ് ഉപയോഗിക്കുന്നത്. ഇത് ആമസോണിൽ നിന്നുള്ളതാണ്. കാർഡ്ബോർഡ് മെറ്റീരിയലിന് ഒരു തുണിയുടെ മെറ്റീരിയൽ കവർ ചെയ്തിട്ടുള്ളതാണ് ഈ ബോക്സ്. ഇത് ഇല്ലെങ്കിലും നിങ്ങൾക്ക് സാധാരണ കാർഡ്ബോർഡ് ബോക്സിലും വെക്കാം. ഇല്ലെങ്കിൽ മരുന്ന് വെക്കാനുള്ള പ്രത്യേകമുള്ള പ്ലാസ്റ്റിക് ബോക്സുകളും വേറെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ മരുന്നുകൾ ഇവിടെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. കാരണം എൻ്റെ മക്കൾ കുറച്ച് വലുതായി, എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ പെട്ടെന്ന് അവരോട് ഫസ്റ്റ് എയ്ഡിൻ്റെ കിറ്റ് എടുത്തിട്ട് വരാൻ പറഞ്ഞ് അവരത് എടുത്തു കൊണ്ടുവരാൻ അവർക്കും അത് എളുപ്പമാണ്. എപ്പോഴും നല്ല ഓർഗനൈസേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അത് നമ്മുടെ സമയം സേവ് ചെയ്യാനും സ്പേസ് സേവ് ചെയ്യാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ഓർഗനൈസർ നല്ല യൂസ്ഫുള്ളാണ്. പ്രത്യേകിച്ച് ടേബിളിന്മേൽ നമുക്ക് പിക്കിൾസും ജാമും ഒക്കെ വെച്ചിട്ട് സെൻറ്ററിൽ വെക്കുകയാണെങ്കിൽ ഇതിങ്ങനെ വട്ടത്തിൽ കറങ്ങുമ്പോൾ നമുക്കത് ആ ടേബിളിൽ ഏത് സൈഡിൽ ഇരിക്കുന്നവർക്കും ഇത് എടുക്കാൻ എളുപ്പമായിരിക്കും. ഇത് ഞാൻ ആമസോണിന് 99 രൂപയ്ക്കാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കുറേ കളേഴ്സിലും ഇത് അവൈലബിൾ ആണ്. ഇത് നമുക്കിപ്പോൾ ഷെൽഫിൽ ബാക്കിൽ ഐറ്റംസ് ഇരിക്കുന്നുണ്ട്, എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ ഈ ഒരു ഓർഗനൈസർ വെച്ചാൽ ഇതിങ്ങനെ വട്ടത്തിൽ കറങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിലിരിക്കുന്ന ഐറ്റംസ് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും.
ബുക്കുകൾ വായിക്കുന്നത് ഇപ്പോൾ വളരെയധികം കുറവാണ്. പക്ഷേ നമ്മൾ നല്ല ബുക്കുകൾ വായിക്കുകയാണെങ്കിൽ ഒരുപാട് അറിവ് നമുക്ക് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് വീട് മാനേജ് ചെയ്യുന്ന സമയത്തും നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഒരുപാട് നല്ല നല്ല ടിപ്സ് ഇതുപോലെയുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ബുക്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു കാറ്റഗറി ബുക്സിലുള്ള ഒരു 7-8 പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഇംഗ്ലീഷിലുമുണ്ട്, മലയാളത്തിലുമുണ്ട്. മലയാളത്തിലുള്ള ബുക്കുകളെല്ലാം തന്നെ ഇംഗ്ലീഷിലുള്ള ബുക്കിൻ്റെ തർജ്ജമയാണ്. എന്നിരുന്നാലും ഇപ്പോൾ ഈ ബുക്സിലൊക്കെയുള്ള ടിപ്സ് നമുക്ക് ലൈഫിൽ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ഫോണിൽ നോക്കി എന്തെങ്കിലും വായിക്കുന്നതിലും ഒരുപാട് എഫക്റ്റീവാണ്. നല്ലൊരു പുസ്തകം കയ്യിലെടുത്ത് ഒരു 5 പേജെങ്കിലും ഡെയിലി ഞാൻ വായിക്കുമെന്നൊരു ഡിസിഷൻ എടുക്കുക. അത് വായിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ കിട്ടും. വലിയൊരു ഹാൻഡ് ബാഗ് ഓർഗനൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മുൻപ് ഞാൻ ഷെയർ ചെയ്തിരുന്നു. ഇതുപോലെയുള്ളൊരു ചെറിയ ബാഗ് അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകുമ്പോൾ മാത്രം കൊണ്ടുവന്നൊരു കുഞ്ഞു ബാഗിൽ എങ്ങനെയാണ് ഐറ്റംസ് ഞാൻ ഒതുക്കുന്നതാണ് കാണിക്കുന്നത്. ഇതാണ് എനിക്ക് അത്യാവശ്യം വേണ്ട ഐറ്റംസ് വെക്കാൻ പറ്റുന്ന ചെറിയൊരു ബാഗ്. ഇതിൽ ഞാൻ ടവലും പിന്നെ എൻ്റെ പേഴ്സ് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു ക്യാപ്പ് വെച്ചിട്ടുണ്ട്. ഇതൊരു വാട്ടർ പ്രൂഫ് ക്യാപ്പാണ്. അപ്പോൾ മഴ സമയത്ത് പെട്ടെന്ന് നമുക്ക് എവിടേക്കെങ്കിലും ഇറങ്ങി മഴ പെയ്തു എന്നുണ്ടെങ്കിൽ അത്യാവശ്യം തല നനയാതിരിക്കാൻ ഈ ഒരു ക്യാപ്പ് ഹെൽപ്പ് ചെയ്യും. 2 ഷെൽഫ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ബാഗിന് നല്ല എളുപ്പത്തിൽ നമുക്ക് എല്ലാ ഐറ്റംസും ഓർഗനൈസ് ചെയ്യാം. ഫോൺ വെച്ചിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റായിട്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു ക്യാരി ബാഗ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു കുഞ്ഞ് ക്യാരി ബാഗ് വെച്ചിട്ടുണ്ട്. ഇത് വളരെ കനം കുറവാണ്. നമുക്കിത് നല്ല സുഖമായി ഫോൾഡ് ചെയ്ത് വെക്കാം. അന്ന് അത്യാവശ്യം നല്ല വലുപ്പവും ഉണ്ട്. ഇങ്ങനത്തെ ബാഗ് ഞാനിത് വാങ്ങിയത് സ്മാർട്ട് ബസാറിൽ നിന്നാണ്. അവിടെയും നിങ്ങൾ സെർച്ച് ചെയ്താൽ എവിടെയായാലും കിട്ടും. ഇത് നല്ല എളുപ്പത്തിൽ ഇതുപോലെ തന്നെ തിരിച്ച് ഫോൾഡ് ചെയ്ത് വെച്ചാൽ കുഞ്ഞൊരു പോക്കറ്റ് പോലെ അത്രയും കൊച്ചായിട്ട് ഫോൾഡ് ചെയ്ത് നമുക്ക് ബാഗിൽ കരുതാം. എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു കവറോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു സഞ്ചിയോ നമ്മൾ കരുതുക. വെറുതെ അനാവശ്യമായി പ്ലാസ്റ്റിക് ബാഗുകൾ വാങ്ങാതിരിക്കാം. നമ്മുടെ ലിവിങ് ഏരിയയിലെ സോഫ സെറ്റ് ഒരു ലൈറ്റ് കളറാണ്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ വൈകുന്നേരം സിനിമയൊക്കെ കാണാതിരിക്കുമ്പോൾ അവരതുമ്മ ചവിട്ടിയും കെടുന്നും അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. ലൈറ്റ് കളറാകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് മുഷിയും. അപ്പോൾ ഞാൻ എന്താ ചെയ്തേക്കണമെന്ന് വെച്ചാൽ ഈ ഒരു സോഫയുടെ അളവിന് ഏകദേശം നല്ല വരുന്ന രീതിയിൽ കുറച്ച് വലുപ്പത്തിൽ ഇതുപോലെ ടേബിൾ ക്ലോത്തിൻ്റെ തുണി നമുക്ക് മുറിച്ച് മേടിക്കാൻ കിട്ടും. അങ്ങനെ തുണി മുറിച്ച് മേടിച്ചിട്ട് നമ്മൾ ഇപ്പോൾ TV കാണാനിരിക്കുന്ന സമയമാകുമ്പോൾ ഞങ്ങളത് നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുന്ന പോലെ മുകളിൽ കൂടെ വിരിച്ചിട്ട് നമ്മളവിടെ ഇരിക്കും. അവർ ചില സമയത്ത് തണക്കണു എന്ന് പറഞ്ഞ് കുഞ്ഞൊരു പുതപ്പും അവിടെ സൈഡിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ TV കാണാതിരിക്കുമ്പോൾ കുട്ടികൾക്കും കംഫർട്ടാണ്, ആർക്കായാലും ഇരുന്ന് TV കാണാം. സോഫ കേടാവും എന്നുള്ള ടെൻഷനില്ല. ഇത് വാട്ടർ പ്രൂഫ് ഒന്നല്ല, വെറുതെ നമ്മൾ തുണി വിരിക്കുന്നേ ഉള്ളൂ. വാട്ടർ പ്രൂഫായിട്ട് നമുക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ടേബിൾ ഷീറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങുക, അല്ലെങ്കിൽ ടേബിൾ ഷീറ്റിൻ്റെ തുണി പ്ലാസ്റ്റിക് നമുക്ക് കട്ട് ചെയ്ത് മേടിക്കാൻ കിട്ടും. അത് വെച്ച് കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് കവർ ചെയ്യണം. കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കില്ല ഇരിക്കാൻ. പക്ഷേ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സോഫ അത് വെച്ച് കവർ ചെയ്താൽ സോഫ പെട്ടെന്ന് കേടാവില്ല. അപ്പം ഇങ്ങനെ ഞാൻ സാധാരണ അവർ TV കാണാതിരിക്കുമ്പോൾ മാത്രം ഇതുപോലൊരു തുണി വിരിച്ചിടും. അത് കഴിഞ്ഞാൽ അത് മാറ്റി മടക്കി വെക്കും. കാരണം ഗസ്റ്റ് വരുമ്പോൾ അതൊരു അഭംഗിയാണല്ലോ. അതുകൊണ്ട് ലിവിങ് റൂമിൽ നമ്മുടെ റിമോട്ടൊക്കെ പലപ്പോഴും അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് മിസ്സായി പോവും. എവിടെയാണ് പിന്നെ ഇരിക്കുന്നതെന്ന് അന്വേഷിച്ച് നടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള റിമോട്ട് വെക്കുന്ന ഓർഗനൈസർ വാങ്ങുകയാണെങ്കിൽ നമ്മുടെ എല്ലാ റിമോട്ടുകളും ഇതിൽ ഒതുക്കി വെക്കാൻ പറ്റും. നല്ല കാണാനും രസമായിരിക്കും. വീട്ടിൽ ഏതൊരു ജോലി ചെയ്യുമ്പോഴും നമ്മളെല്ലാവരുടെയും ഒരു സഹകരണം ഉണ്ടാകുമ്പോഴാണ് അതിന് കൂടുതൽ ഭംഗി ഉണ്ടാവുക. അതിന് നമ്മൾ ഒരാൾ മാത്രമുള്ള ഐഡിയാസ് മാത്രം കൊണ്ടുവരാതെ എല്ലാവരുടെയും ഐഡിയാസും കൂടി കൊണ്ടുവന്ന് ആ രീതിയിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കുറേയും കൂടി ഭംഗിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. കൊച്ചു കുട്ടികളുടെ അഭിപ്രായവും വളരെ വലുതാണ്. നമ്മൾ വിചാരിക്കുന്നതിലും വെറൈറ്റി ഐഡിയാസ് അവരുടെ മനസ്സിലും ഉണ്ടായിരിക്കും. എപ്പോഴും നമ്മൾ ഞാനെല്ലാം ചെയ്യും എന്നുള്ളൊരു ചിന്താഗതി മാറ്റി ഫാമിലിയിൽ എല്ലാവരും ഒന്നിച്ച് ഒരു കാര്യം ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ഭംഗി ആസ്വദിക്കാനും കൂടി നമ്മൾ പഠിക്കണം. ഞങ്ങളുടെ വീട്ടിൽ മാതാവിൻ്റെ കൊന്തമാസം ആയതുകൊണ്ട് മാതാവിൻ്റെ പ്രയർ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ രൂപമൊക്കെ അലങ്കരിച്ച് അവിടെ ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു ഡെക്കറേഷൻ്റെ ഫുൾ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടിയിട്ടാണ്. ഒരാൾ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോരോ കാര്യങ്ങളും ഓരോരുത്തരാണ് ചെയ്തിരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ആ ഒരു ഭംഗി വരിക. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവർ പറയുന്ന അഭിപ്രായത്തിൽ അത്രയ്ക്ക് അങ്ങോട്ട് യോജിപ്പ് തോന്നില്ല. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാം. എന്നിരുന്നാലും എല്ലാവരും കൂടി ചെയ്തിട്ട് വരുമ്പോഴത്തെ ആ ഒരു ഭംഗിക്ക് ഒരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുമിച്ചൊരു കാര്യം ചെയ്യാനായിട്ട് കൊച്ചു കുട്ടികളുടെ അഭിപ്രായം കൂടി കണക്കിലെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതേ നമ്മുടെ ഈ ഒരു ഡെക്കറേഷൻ വളരെ മനോഹരമായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റി. കുട്ടികളുടെ റൂമിൽ ഓർഗനൈസ് ചെയ്യുമ്പോൾ ഈ ഒരു വള സ്റ്റാൻഡാണിത്. വളയിടുന്ന സ്റ്റാൻഡാണ്. ബാങ്കിൾ ഓർഗനൈസറാണ്. ബാങ്കിൾസ് ഓർഗനൈസ് ചെയ്യാൻ മാത്രമല്ല കുട്ടികൾ ഉപയോഗിക്കുന്ന ഹെയർ ടൈസ് അത് എപ്പോഴും നോക്കിയാലും കാണാണ്ടിരിക്കും. ആവശ്യമുള്ള സമയത്ത് ഒരെണ്ണം പോലും ചിലപ്പോൾ കിട്ടില്ല. അവർക്ക് മടിയാണ് അത് സൂക്ഷിച്ച് വെക്കാൻ. ഈ ഒരു ഓർഗനൈസർ വെച്ച് പിന്നെ ഇവരെല്ലാം കിട്ടുന്നത് അതുമ്പോൾ കൊണ്ട് തൂക്കിയിടുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയൊരു ഓർഗനൈസറാണ്.
എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ് ഡ്രസ്സുകൾ ഒതുക്കി വെക്കുക എന്നുള്ളത്. പലപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് എനിക്ക് ഡ്രസ്സുകൾ മടക്കി വെച്ച് ഒതുക്കാന്ന് വെച്ചാൽ ഒട്ടും ബുദ്ധിമുട്ട് തോന്നാറില്ല. കാരണം ഞാൻ പുറത്തേക്ക് ഇടുന്ന എല്ലാ ഡ്രസ്സുകളും ഇതുപോലുള്ളൊരു ഓർഗനൈസറിലാണ് ഒതുക്കി വെച്ചിരിക്കുന്നത്. മടക്കി മടക്കി തുണികൾ മുകളിലോട്ട് വെക്കുന്ന രീതിയിലാണ് ഈ ഓർഗനൈസറിൽ നമ്മൾ ഒതുക്കുന്നത്. എന്നിരുന്നാലും ഇതിൽ ഒതുക്കുന്ന തുണികൾ നമ്മൾ ഒതുക്കി വെച്ചാൽ തട്ടിമറിഞ്ഞ് വീഴുന്ന പ്രശ്നമില്ല. നമുക്ക് എടുക്കാനായിട്ട് ഭയങ്കര ഈസിയാണ്. അതോടൊപ്പം തന്നെ ഇത് ഒതുക്കണമെങ്കിലും ഒരു ബോക്സ് അങ്ങനെ തന്നെ പുറത്തോട്ട് എടുത്ത് നമുക്ക് ഒതുക്കി തിരിച്ച് ഷെൽഫിലോട്ട് വെക്കാം. പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിതെല്ലാം ഞാൻ അടുക്കി വെക്കും. കുറേ കഴിയുമ്പോഴേക്കും ഞാനത് മടി പിടിച്ച് പ്രോപ്പറായിട്ട് സൂക്ഷിക്കാതാവും. പിന്നെ അത് തട്ടിമറിഞ്ഞ് വീഴും, ആകെ അലങ്കോലമാവും. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇത് ഒതുക്കാന്ന് വെച്ചാൽ ഒട്ടും ടെൻഷൻ തോന്നാറില്ല. ഓരോ ബോക്സ് പുറത്തേക്ക് എടുത്ത് ഒതുക്കി വെക്കുക. എനിക്ക് സ്വതുവേ കുറച്ച് മടിയുള്ളതുകൊണ്ടാണ് കേട്ടത് ബുദ്ധിമുട്ട് തോന്നണേ. സൂപ്പറായിട്ട് ഓർഗനൈസ്ഡ് ആയവർക്ക് ഇങ്ങനെയൊന്നും ഒരു ബോക്സിൻ്റെ ആവശ്യമില്ല. അവർ വളരെ ക്ഷമയോടുകൂടി എടുത്ത് ഒതുക്കി വെക്കും. എൻ്റെ ചേട്ടനൊക്കെ അങ്ങനെയാണ്, പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ കുറച്ച് ക്ഷമയും കാര്യങ്ങളൊക്കെ കുറവുള്ള എനിക്ക്, ഈ മടിയൊക്കെ ഉള്ള എനിക്ക് ഇങ്ങനത്തെ ഓർഗനൈസേഴ്സൊക്കെ വേണം. അപ്പോഴാണ് എനിക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു ദിവസം ഓർഗനൈസ്ഡ് ആക്കി വെക്കാനും നിങ്ങളുടെ വീട് ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാനും ഈ സിമ്പിൾ ടിപ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രൊഡക്റ്റുകൾ ഞാൻ ഉപയോഗിച്ചതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. തീർച്ചയായിട്ടും പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.